ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഓർക്കോട്ടെ കുറച്ച് നാളായിട്ട് തന്നെ പള്ളിയുടെ വീഡിയോ മാത്രം തന്നെ ഉള്ളതാണ്. എടപ്പള്ളി പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ശേഷം അവിടുത്തെ 8-ാം പെരുന്നാളിൻ്റെ അന്നാണ് ഞങ്ങളുടെ ഇവിടെ പെരുന്നാൾ നടക്കുന്നത്, മെയിൻ പെരുന്നാൾ നടക്കുന്നത്. അപ്പം ഇത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളിൻ്റെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ സാധാരണ മെയിൻ റോഡിൽ കൂടിയാണ് ഈ പ്രദക്ഷിണമൊക്കെ പോകാറ്. ഇത്തവണ കാക്കനാട് മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ വഴിയിലൂടെയാണ് പ്രദക്ഷിണം പോയത്. നമുക്കങ്ങനൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടി. അപ്പോൾ ആ ഒരു വിഷ്വലാണ് നിങ്ങളെ കാണിക്കണം. അപ്പോൾ എല്ലാവരും ഇവിടെയുള്ള മിക്ക വീടുകളിലും, എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല, മിക്ക വീടുകളിലും അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കിട്ടിയൊരു അവസരമല്ല ഇത് എല്ലായിടത്തും. ഇത് ട്രൂത്ത് ആൻഡ് ലവ് എന്ന് പറഞ്ഞൊരു സംഘടന ചെയ്താണ്. പിന്നെ പല വീടുകളിൽ ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഓരോ രൂപങ്ങളൊക്കെ വെച്ച് നല്ല അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു, വളരെ മനോഹരമായിട്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിലും ചെയ്തിരുന്നുണ്ട്, ട്രൈയും കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ വായിക്കൽ കൂടിയാണ് ഇത് മികാൽ മാലയുടെ രൂപം വരുന്നത് കാണുന്നത്. അത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് എൻ്റെ വീടും. അവിടെയും നമ്മൾ ഒരു മികാൽ മാലയുടെ ഒരു കട്ടൗട്ട് കിട്ടിയായിരുന്നു. അത് നമ്മൾ ഒരു മല പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടി കാണിച്ചു തരാം. ഇത് ജോസി അച്ഛനാണ് മുന്നിൽ പോണ. ഇത് ഞങ്ങളുടെ ഇടവകാംഗമാണ്, ഇവിടുത്തെ വികാരി അച്ഛനല്ല, ഇടവകാംഗമായ ജോസി അച്ഛനാണ്. നേരെ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ വീടും. ഇത് അവിടെ ഒരു മികാൽ മാലയുടെ ഒരു കട്ടൗട്ടൊക്കെ ചെറുത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ശനിയാഴ്ച നടന്ന പ്രദക്ഷിണത്തിനാണ്, ഞായറാഴ്ചയും ഇതിൽ തന്നെയാണ് പോണത്. അപ്പോൾ 2 ദിവസം നമുക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വേറൊരു കാര്യം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ലൈവ് സെറ്റ് ചെയ്യാൻ. കാരണം നമ്മളെല്ലാ കൊല്ലം പള്ളിപ്പെരുന്നാളിൻ്റെ റോഡുകളിൽ ലൈവ് സെറ്റ് ചെയ്യാറുണ്ട്, ടാബ്ലോ. അപ്പോൾ ഇത്തവണ ആദ്യമായിട്ട് നമ്മുടെ വീടിൻ്റെ വഴി വരുമ്പോൾ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലെന്ന് പലരും പറയും. അപ്പോൾ ഞാനാണെങ്കിൽ വൈകിയാണ് അറിഞ്ഞത് ഇങ്ങനൊരു സംഭവം നമ്മളുടെ വഴിയിലൂടെയാണ് പോകണമെന്ന്. അപ്പോൾ ചെയ്യാതിരിക്കാനും പറ്റില്ല, എന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമ്മളൊരു ലൈവ് ചെയ്യുകയുണ്ടായിരുന്നു, യേശു പ്രാർത്ഥിക്കാണ്ടിരിക്കണം. അത് ഞാൻ ഇതിൻ്റെ പുറകെ കാണിച്ചു തരാം. ഇത് കണ്ടോ, അപ്പുറത്ത് വെടിക്കെട്ട് കിടക്കുന്നുണ്ട്. അത് നമ്മുടെ ട്രൂത്ത് ആൻഡ് ലവ് സംഘടനക്കാർ പൊട്ടിക്കണതാണ് കേട്ടോ. പക്ഷേ നമുക്കിങ്ങനെ സൺസൈഡിൽ നമ്മുടെ രൂപം വെച്ചിട്ടുണ്ടാകുമ്പോൾ നമുക്ക് നല്ല വിഷ്വൽ കിട്ടി. അതും ഇതും കൂടി ചേർത്ത് ഇത് കണ്ടോ. ഇത് ലാസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ, കാരണം സമയം ഉണ്ടായിരുന്നില്ല ഒന്നിനും. ഇത് ട്രൂത്ത് ആൻഡ് ലവിൻ്റെ നൈറ്റിലുള്ള വിഷ്വൽ, നൈറ്റിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി. കാരണം വെളിച്ചത്ത് ഈ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് വ്യക്തമാവില്ല. പിന്നെ ഇത്തവണ 2 ദിവസം പ്രദക്ഷിണം നേരത്തെ ഇറങ്ങിയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നൈറ്റിൽ കാണുന്ന ആ ഒരു ഭംഗി അങ്ങോട്ട് പോകുമ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷേ റിട്ടേൺ വരുമ്പോൾ ഇരുട്ടായിട്ട് ആൾക്കാർക്ക് ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. കാരണം അല്ലെങ്കിൽ രാവിലത്തെ വെളിച്ചത്തിലെ ഭംഗിയാവില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേയിലെ പ്രദക്ഷിണം റിട്ടേൺ വരുന്ന ആ ഒരു വിഷ്വൽസാണ് കാണുന്നത്. ഇത് ഇത്തവണ പെരുന്നാൾ നടത്തിയ പ്രസിദ്ധേന്തിമാരാണ് ഈ നടന്ന് പോകുന്നത് കേട്ടോ. അവരെയും കൂടി കാണിക്കണമല്ലോ, അവരാണല്ലോ ഇത്തവണ പെരുന്നാൾ നടത്തണം അല്ലേ. അപ്പോൾ അവരെ മെയിനായിട്ട് നമുക്ക് കാണിക്കേണ്ടതല്ല, ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചോളൂ. കാരണം നിങ്ങൾക്ക് ബോറടിക്കാനും പാടില്ല, അതും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ 2 ദിവസത്തെയും കൂടി മിക്സ് ചെയ്തിട്ടൊരു വീഡിയോ കൂടി അവസാനിപ്പിക്കുന്നതാണ് ഞാൻ. കുറച്ച് ദിവസങ്ങളായിട്ട് പള്ളിയുടെ പുറകേക്ക് ആയിരുന്നു. കാരണം നമ്മുടെ ഇടവകപ്പള്ളിയിൽ പെരുന്നാളാകുമ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുക, അവിടുത്തെ പെരുന്നാൾ ആഘോഷിക്കുക, ആ ഒരു മൂടരിക്കലാക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഏകദേശം കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണത്. അതും കൂടി പറഞ്ഞു. ഈ പോണതും പ്രസിദ്ധന്തിമാരാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താണ് അടുത്ത ദിവസം നാളത്തെ ഇനി പരിപാടികളാണ്. എന്താണ് നമുക്ക് ലൈവ് സെറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും അത് ചെയ്തായിരുന്നു, പിറ്റേ ദിവസം ചെയ്തിരുന്നു. ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിലും ചെയ്തു വെച്ചു. അതെല്ലാവരും എല്ലാ കൊല്ലം ചെയ്യണതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് 10-20 കൊല്ലത്തിൻ്റെ മേളിൽ പഴക്കമുണ്ട്. ഞങ്ങൾ ലൈവ് ടാബ്ലോ റോഡുകളിൽ സെറ്റ് ചെയ്യാറുണ്ട് പല കൊല്ലങ്ങളിലും. ചിലപ്പോൾ 2 ദിവസത്തിൽ അവിടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെയും ഇരിക്കും, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇപ്പുറത്തും ഇരിക്കാറുണ്ട്. 2 ദിവസം അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ളത് ഇതിപ്പോൾ ആ ശനിയാഴ്ചത്തെ പ്രദർശനത്തിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം, അതായത് പെരുന്നാളിൻ്റെ മെയിൻ ദിവസം സൺഡേ, അത് ഇത്തവണ മെയ് 11-നായിരുന്നു ലാസ്റ്റ് ഡേ. അപ്പോൾ ആ ഒരു വിഷ്വലിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ ഇതും കൂടി ഒന്ന് കണ്ടു തീർത്തിട്ട്, അതായത് രൂപം പോയിക്കൊണ്ടിരിക്കണം, രൂപം കൊണ്ടുവരുന്ന അലങ്കരിച്ചിരിക്കുന്ന വണ്ടി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇടുങ്ങിയൊരു വഴി കൂടി പോകണതുകൊണ്ടാണ് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവാത്തത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു വിഷ്വലും കൂടി ആ ദിവസത്തെ എൻ്റെ കയ്യിലുണ്ട്. പൂർണ്ണചന്ദ്രനും വെടിക്കെട്ടും കൂടി കണ്ടപ്പോൾ എടുത്തു വെച്ചതാണ്. പിന്നെ നമുക്ക് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പലരും വീടുകളിൽ പോയി എടുത്തിട്ടില്ല കേട്ടോ വിഷ്വൽസ്. ഇതിങ്ങനെ പലരും അലങ്കരിച്ച് വെച്ചായിരുന്നു. ഞാൻ എൻ്റെ ഉപ്പിക്കണ്ടൊക്കെ കുറച്ചെടുത്ത് വെച്ചെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റൊരിക്കലും നമുക്ക് അടുത്ത തവണ ഒരു സമയം ഉണ്ടാവും, എല്ലാം നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് ഇതേപോലെ മലയുടെ രൂപയിൽ വിളിച്ചുകൊണ്ട് വരുമ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് ആ വഴികളും സ്വന്തം വീടുകൾ അലങ്കരിക്കുക. അതിപ്പോൾ പള്ളിയിൽ മാത്രമല്ല, ഇവിടെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് പറക്കട്ട അമ്പലമുണ്ട്, അവിടെയും നമ്മൾ ഉത്സവത്തിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതിനുശേഷം ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു പള്ളിയുടെ.
അയ്യോ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയണത് നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ. അതായത് അതിന് നെഗറ്റീവും പോസിറ്റീവും ഉള്ളൊരു വശമാണത്. അതായത് ഞാനിത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തില്ല. ഒരു അമ്മച്ചി ഈ മേളിലേക്ക് നോക്കി ഇങ്ങനെ കയ്യും കൂപ്പി നിൽക്കണ നിപ്പ് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ വന്ന് എന്താണെന്നറിയാമോ, എന്താണ് കർത്താവേ ഞാൻ ഈ കാണുന്നത്, ഇത് നമ്മുടെ പള്ളി തന്നെ അല്ലേ എന്നുള്ള രീതിയിൽ അമ്മച്ചി നോക്കിക്കണേ. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു ജനറേഷനല്ല, അവരെ കളിയാക്കിയല്ല, തരം താഴ്ത്തിയല്ല, നേരെ മറിച്ച് ഈ ജനറേഷനിലുള്ള ഈ സാധനങ്ങളും നമുക്ക് കാണണം. അവരെയും ചീത്ത പറയാൻ പറ്റില്ല, അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതും ശരിയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ട്. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് പിറ്റേ ദിവസത്തെ പ്രദക്ഷിണം ആരംഭിച്ചേക്കണേണ്. ഇത് ഞായറാഴ്ച ഞാൻ ഇവിടെ ലൈവായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇച്ചിരി ഇരുട്ടാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ പ്രദക്ഷിണം ഇറങ്ങിയായിരുന്നു 2 ദിവസങ്ങളിലും. അപ്പോൾ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 6 മണി ആ സമയം, അല്ലെങ്കിൽ 6:30 ആവണുള്ളൂ. ആ ഒരു സമയത്ത് കാണുന്നൊരു വിഷയമാണ്. അപ്പോൾ ഇച്ചിരി ഇരുട്ടായാലും നമ്മൾ ആ മലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്, അല്ലെങ്കിൽ ഒരു ആ ലൈറ്റിൽ അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ ഔട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ 10-20 കൊല്ലമായിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ആ ടൈമിൽ നമ്മളേക്ക് ഇങ്ങനെ കുരിശെല്ലാം അവിടെയൊക്കെ തറച്ചേക്കണതിൽ കുറേ വ്യക്തികളിൽ 2 പേരാണ് പോണത് കേട്ടോ. ഇവരൊക്കെ കാരണമാണ് പണ്ട് തൊട്ട് ഇങ്ങനെ ലൈവ് ടാബ്ലോസ്, അതായത് നമ്മൾ മെയിനായിട്ട് ചെയ്തേക്കണ പാടിവട്ടം കപ്പേളിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ തമാശന് പറയും, ഞങ്ങളൊക്കെ അവിടെ ലൈവ് ടാബ്ലോ ചെയ്താണ് അവിടെ കപ്പേള വന്നതെന്ന് ഞാൻ പറയും. അപ്പോൾ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ബൈബിളായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ലൈവ് ടാബ്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ റോളാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇത്തവണത്തെ കൂട്ടിയാൽ ചിലപ്പോൾ ഒരു 25ാമത്തെ ആയിട്ടുണ്ടാവണം. പല ടൈമിലായിട്ട് ഇത് കണക്കിൽ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നതും ഈ ഒരു റോളാണ്. കാരണം മുടിയെല്ലാവരും നമുക്ക് ഈസി ആയിട്ടത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോള് തരുമ്പോഴേ പിന്നെ ആൾക്കാരുടെ എണ്ണമൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും കേട്ടോ വേറെ കാര്യം. അപ്പോൾ ഇത് സൺഡേയിലെ പ്രദക്ഷിണമായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് വിഷ്വൽസും കൂടി കാണിച്ചിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. പിന്നെ പലരും വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചെടുക്കാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കുക. കാരണം എല്ലാം കൂടി ഓടി നടന്ന് ശേഷം നമ്മൾ കുറച്ച് ചേട്ടന്മാരൊക്കെ വന്നിരുന്നു യേശുക്രിസ്തുവിൻ്റെ അപ്പോൾ സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇത്തവണ അമ്മയായിട്ട് എടുക്കാൻ പറഞ്ഞു. അമ്മയായിട്ട് ഞാൻ സാധാരണ ഒരു സെൽഫി എടുത്ത് ഇടാറുണ്ട് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇത് കുറേ നമ്മുടെ സുഹൃത്തുക്കളും ചേട്ടന്മാരെയൊക്കെ ഒപ്പം അവിടെയൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നെടുത്തേക്കണാണ്. പിന്നെ എന്താണ് പറയുക, സ്റ്റേജിൽ കയറി ഒരു 2 പെർഫോമൻസും കൂടി ചെയ്ത് ആ ഒരു പെരുന്നാൾ, അതായത് ഈ 2025 പെരുന്നാൾ അങ്ങോട്ട് തകർത്ത് ആഘോഷിച്ചു. ഇനി ബാക്കിയുള്ളതൊക്കെ അടുത്ത കൊല്ലമാണ് എന്നും കൂടി പറഞ്ഞ് അധികം കാണിക്കണില്ല, വെറുപ്പിക്കണില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.